ഹലോ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ തമ്മിലേലിൽ കണ്ട സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ പ്രീതി ലഭിക്കുന്നതിനും ഭൗതിക സുഖങ്ങൾ ലഭിക്കുന്നതിനും ജപിക്കുന്ന അഷ്ടാക്ഷര മന്ത്രത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. വിഷ്ണു ഭഗവാന്റെ മന്ത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മന്ത്രമാണ് അഷ്ടാക്ഷര മന്ത്രം. മാത്രമല്ല ക്ഷേത്രങ്ങളിൽ ഭഗവാനെ പൂജിക്കാൻ ഉപയോഗിക്കുന്ന മൂലമന്ത്രമാണ്. അക്ഷരലക്ഷമൊക്കെ അഷ്ടാക്ഷര മന്ത്രം ജപിക്കുന്ന പ്രേക്ഷകരുണ്ടാകും. ലോകമെമ്പാടുമുള്ള വിഷ്ണു ഭക്തർക്ക് സുപരിചിതമായ മന്ത്രം കൂടിയാണ്. ഇനി അറിയാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാൻ കേട്ടോ. ഇനി മന്ത്രം ഏതാണെന്ന് പറയാം. ഓം നമോ നാരായണായ. കേട്ടിട്ടില്ലേ പ്രേക്ഷകർ? ഒന്നുകൂടി പറയാം. ഓം നമോ നാരായണായ. അത്രയും പവർഫുള്ളായ മന്ത്രമാണ്. ജപിച്ചാൽ ഭൗതിക സുഖങ്ങൾ ലഭിക്കുന്നതിനും മോക്ഷം ലഭിക്കുന്നതിനും ദുഃഖങ്ങൾ ഇല്ലാതെയാക്കുന്നതിനും ആഗ്രഹം സാധിക്കുന്നതിനും ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രമാണ് അഷ്ടാക്ഷര മന്ത്രം. ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും എന്നതിൽ ഒരു സംശയം വേണ്ട കേട്ടോ. അത്രയും ഭഗവാന് പ്രീതിയുള്ള മന്ത്രമാണ് അഷ്ടാക്ഷര മന്ത്രം എന്ന് പറയുന്നത്. ഭഗവാനെ, അതായത് സൗമ്യ രൂപത്തിലുള്ള ഭഗവാനെ, സർവാലങ്കാര വിഭൂഷിതനായ ഭഗവാനെ നന്നായി മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ജപിച്ചോളൂ. രാവിലെ കിഴക്കു ഭാഗത്തേക്കും വൈകുന്നേരം പടിഞ്ഞാറ് ഭാഗത്തേക്കും തിരിഞ്ഞിരുന്ന് ജപിക്കാം. ഇനി അങ്ങനെയല്ലെങ്കിൽ പ്രേക്ഷകരുടെ വീട്ടിലെ പൂജാമുറി ഭഗവാന്റെ വിഗ്രഹം എങ്ങനെയാണോ ആ ഭഗവാന്റെ വിഗ്രഹത്തിന് നേർക്ക് തിരിഞ്ഞിരുന്നിട്ട് ജപിക്കാം കേട്ടോ. എത്ര തവണ വേണമെങ്കിലും ജപിച്ചോളൂ. എത്ര തവണ ജപിച്ചാലും ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ലഭിക്കും. ഒരു സംശയം വേണ്ട. അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അഷ്ടാക്ഷര മന്ത്രം എന്ന ഓം നമോ നാരായണായ. ജപിച്ചോളൂ മുടങ്ങാതെ. എല്ലാവരും എളുപ്പമായിട്ട് ജപിക്കാൻ കഴിയുന്ന മന്ത്രം കൂടിയാണല്ലേ. അതായത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ടാവും ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ഓം നമോ നാരായണായ എന്നത് ലിഖിത നാമജപ രൂപത്തിൽ ഭഗവാന് കൊടിമരത്തിൻ്റെ മുൻപിലും അതായത് മണ്ഡപത്തിൻ്റെ മുൻപിലൊക്കെ സമർപ്പിക്കാറുണ്ട് ഭക്തർ. പ്രേക്ഷകർക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. ഏത് കൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയിട്ടോ സമർപ്പിക്കാം. അത് പ്രേക്ഷകരുടെ ഇഷ്ടമാണ്. ഇനി അങ്ങനെ എഴുതാനൊക്കെ പ്രയാസമുള്ളവരാണെങ്കിൽ ജപിച്ചാലും മതി. ഒരേ ഫലം തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ പ്രേക്ഷകരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്